അപ്പോൾ കൂട്ടുകാരെ, പലരും ചോദിക്കാറുണ്ട് എനിക്കൊരു പണിയില്ലെന്ന്. എൻ്റെ പണികൾ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല മഴ ഇവിടെ. നമ്മുടെ ഡോറയ്ക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ ബാത്റൂമിൽ കൊണ്ടാക്കിയിട്ട് വരാം. ആ നിൽക്കട്ടെ. ഇതാണ് എൻ്റെ പണി. മനസ്സിലായോ? പിന്നെ നാണമില്ലേ, നാണം കെട്ടവന് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊന്നും ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടും നാണക്കേടില്ല. അതെ, അല്ല, സ്വന്തം ഭാര്യ ഇത്രയും ബുദ്ധിമുട്ടും വേദന അനുഭവിക്കുന്നു. അത് എൻ്റെ വേദനയും ബുദ്ധിമുട്ടും കണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നയാളാണ് ഇത്രയും നാളായിട്ട്. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നോർത്തോണ്ടാ എന്നാൽ അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ ജോലിക്ക് പോയേക്കാന്നും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാകും, അതറിയാം. പിന്നെ ഏറ്റവും എനിക്ക് ഇന്നലെ വിഷമം തോന്നിയ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാടൻ കിട്ടവനെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളല്ല, അതാ പറഞ്ഞത്. സ്വന്തം ഭാര്യയ്ക്ക് ഇതുപോലെ സഹായിക്കുന്നത് ഒരിക്കലും നാണം കെട്ട ഏർപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെണ്ണാണോ ആണാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. കേട്ടോടാ അല്ലെങ്കിൽ ഡി. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട്, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആരുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇതൊന്നും അല്ല, ഇതൊക്കെ ചെറിയ ചെറുത്. ഇനി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ വിട്ട വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നാണക്കേട് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വായിക്കാത്തോട്ടും വല്ലതും പോകത്തില്ല, ഇവിടെ ഇരിക്കുന്നവരെ നോക്കാനും പറ്റത്തില്ല. എനിക്കതുകൊണ്ട് ഒട്ടും നാണമില്ല. ആ ഒരു കാര്യത്തിൽ നാണം എന്ന് പറയുന്ന സാധനം എനിക്കില്ല കേട്ടോ.